ശരി, ശ്രീജിത്ത് പണിക്കർ, അത് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുന്നത് അത് ഉചിതമായ ഒരു കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ പോലും വോട്ടെടുപ്പ് വേണ്ടി വന്നു. ഇപ്പോൾ ഓരോ കമ്മിറ്റികളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോൽവിക്ക് ഉത്തരവാദി രണ്ടുപേരെന്ന രീതിയിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു എന്ന രീതിയിലുള്ള എതിർ ശബ്ദങ്ങളാണ് വരുന്നതും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മറ്റും. ഇപ്പോഴത്തെ പാർട്ടിയുടെ വിലയിരുത്തൽ നടക്കുകയാണല്ലോ ഓരോ കമ്മിറ്റികളിലും. അപ്പോഴും ഇതേ അപശബ്ദം കേൾക്കുന്നുണ്ട് വെളിയിലേക്ക്. ഉചിതമാണോ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം? എന്തായാലും അദ്ദേഹം തീരുമാനിച്ചാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത്. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഞാനതിൽ പ്രാഥമികമായി കരുതുന്നത് അദ്ദേഹം ആയിരുന്നില്ല, കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള മറ്റൊരാളിനെ ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി CPM നിയോഗിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് പറയുന്നതിന് കാരണം ശ്രീ പിണറായി വിജയൻ്റെ 10 വർഷം നീണ്ടു നിന്നിരുന്ന നയങ്ങളും നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ കാര്യമായിട്ട് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, വീണ്ടും മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 6 റൗണ്ട് വരെ ലീഡ് പിടിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആയിരുന്നില്ല മാൻഡേറ്റ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് ജനം ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇപ്പോഴും ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഇത്തവണയും ആൾക്കാർ നൽകുമായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷയും. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പരാജയത്തിന് കാരണമായിരിക്കുന്ന 99 സീറ്റിൽ നിന്ന് കേവലം 35 സീറ്റിലേക്ക് പാർട്ടിയെ ഒതുക്കിയിരിക്കുന്ന, 3-1 അതിൻ്റെ നിയമസഭയിലെ അംഗബലത്തിനെ കുറച്ചിരിക്കുന്നതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നാടൊട്ടുക്ക് അദ്ദേഹത്തിൻ്റെ മാത്രം ചിത്രം കൊണ്ട് വലിയ ഹോർഡിങ്ങുകൾ തീർത്ത് ഒരു തുടർ ഭരണത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തിയിരുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ ഇനി ആ നേതൃസ്ഥാനത്ത് തുടരുക എന്ന് പറയുന്നത് ജനം ആഗ്രഹിക്കുന്നതല്ല. ഒരുപക്ഷെ CPMൽ തന്നെ ആൾക്കാർ പലരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരുന്ന ചർച്ചകളുടെയും ന്യൂസ് റിപ്പോർട്ടുകളും. പക്ഷെ വേറെ ആര് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, വേറെ ആര് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീ KN ബാലഗോപാൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ ബാലഗോപാലിനെ അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. സജി ചെറിയാനുണ്ട്. പക്ഷെ സജി ചെറിയാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ നാക്ക് കൊണ്ട് തന്നെ പല വിവാദങ്ങളിലും വരികയും ഒരിക്കൽ മന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇരുത്തം വന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് താരതമ്യേന ഇപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെയോ ഒക്കെ ശരീരഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശരീരഭാഷ അടക്കം പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് ശ്രീ KN ബാലഗോപാലിനെ ഒരുപക്ഷെ അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. മറ്റ് ചില ചോയ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരൊന്നും തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് തുടർച്ചയായിട്ട് കിട്ടുകയും ധനകാര്യം പോലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള വലിയ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ പോലും ഇത്തവണ വീണ്ടും ഒരു കടുത്ത ഫൈറ്റിനെ അതിജീവിച്ച് ജയിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ ട്രസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ നല്ലത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയണം. കാരണം ഇപ്പോൾ പല ജില്ലാ ഘടകങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും ശ്രീ പിണറായി വിജയന്റെയും ശ്രീ MV ഗോവിന്ദന്റെയും ശൈലിക്കെതിരെ ഉൾപ്പെടെ കടുത്ത വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പലപ്പോഴും ശ്രീ MV ഗോവിന്ദനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ആൾക്കാർ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ, ഇവരുടെ മോശം ശരീരഭാഷയും ഇവരുടെ മോശം പബ്ലിക് ഇടപെടലുകളും മോശം നയങ്ങളും നിലപാടുകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ജില്ലാ ഘടകങ്ങളിലുള്ള ആൾക്കാർ ഉറക്കമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. കാരണം ഭരണ തുടർച്ച എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പെരുമാറ്റം ഒന്നും തന്നെ നമുക്ക് നല്ലതല്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത ആ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അഥവാ ഇവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അധികാരമില്ലാത്തത് കൊണ്ടും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ തങ്ങൾക്ക് മേലെ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടുമായിരിക്കും. അതെനിക്ക് തോന്നുന്നു MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നുവല്ലോ, സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാം എന്നുള്ളത്. അതായത് ഒരു വിലക്ക് അവിടെ ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ടാണ് കൂടുതൽ എതിർത്ത് പറയുവാൻ തയ്യാറായിരിക്കുന്നത്. മഞ്ജുഷ്, അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് നിർഭയം സംസാരിക്കാം, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എതിർപ്പുകളും നേരിടാതെ നിങ്ങൾക്ക് സ്വതന്ത്രമായി സംസാരിക്കാം, ആരെയും വിമർശിക്കാം, എന്ത് കാരണങ്ങൾ വേണമെങ്കിലും പറയാം എന്ന് നമ്മൾ അവരോട് പറയേണ്ടി വരുന്നതിന്റെ സാഹചര്യം നാളിതുവരെ അത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതല്ലേ. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, ഉൾപാർട്ടി ജനാധിപത്യം ഒക്കെ തന്നെ, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ തന്നെ, പാർട്ടിയെ തിരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ഒക്കെ തന്നെ ഈ പല ഘടകങ്ങളിലും അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ലെവലിൽ തന്നെ അനുവദിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഇത്തവണ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയേണ്ടത് ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇങ്ങനെ ആരും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് നമുക്കറിയാം. കാരണം കോൺഗ്രസിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ
അവരുടെ മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ആൾക്കാരെ വിമർശിക്കുകയും അതിന് അവർക്ക് പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു ലൈസൻസ് കൊടുക്കുകയും ഒന്നും തന്നെ വേണ്ട. പക്ഷെ CPM-ൽ അങ്ങനെ അല്ലാത്തത് കൊണ്ടും ഈ രീതിയിലത്തേക്കുള്ള കുറേയധികം മർക്കടമുഷ്ടി അവരുടെ എല്ലാ റാങ്ക് ആൻഡ് ഫയലിലും ഉണ്ടായിരുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതുവരെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്റർടൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആൾക്കാരൊക്കെ നേരത്തെ ഉറക്കമായിരുന്നു എന്ന് ചോദിക്കാം. അതല്ല എങ്കിൽ ഇതുവരെ അവർക്കാർക്കും തന്നെ അഭിപ്രായം സ്വതന്ത്രമായി പറയാനുള്ള ഒരു സംവിധാനം പോലും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഇനി അത് ഉണ്ടാകുന്നതിന് തന്നെ കാരണമായത് ഈ പരാജയമാണ് എങ്കിൽ പാർട്ടിയിലെ പല ആൾക്കാരും ഈ പരാജയത്തിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം പാർട്ടി തെറ്റായ രീതിയിലേക്ക് പോവുകയാണ്. ഒരു തിരുത്തൽ നടപടിയും ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാനായിട്ട് സധൈര്യം വന്ന് സംസാരിക്കാനായിട്ട് ഒരാൾക്കും അനുവാദം ഇല്ലാത്തതിനേക്കാൾ തങ്ങൾക്ക് അത്തരത്തിലുള്ള അധികാരം, അനുവാദം ഒക്കെ തന്നെ ഉണ്ടാകണം എന്ന് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ വലിയ പരാജയമായിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തിന് അവർ കൂടി കാരണമാണ്, അവരത് ആഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പരാജയപ്പെടുകയോ, കോൺഗ്രസ് അല്ല പാർട്ടി വിമതരായിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ജയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് ആൾക്കാർ നൽകിയിരിക്കുന്ന കൃത്യമായ സൂചനകളാണ്. ആ സൂചനകളെ ഉൾക്കൊള്ളാതെ നമ്മൾ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആൻഡ് ഫെയിൽഡ് അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിനെ വീണ്ടും അവർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കൊണ്ട് ഈ പാർട്ടിയെ പടിയടച്ച് പിണ്ണം വെക്കുക എന്നുള്ളതാണോ ഇവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് തോന്നിപ്പോകുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ. പക്ഷെ എതിർ ശബ്ദങ്ങൾ വരുന്നത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോലും വരുന്നുണ്ടല്ലോ. പക്ഷെ അംഗബലത്തിന്റെ അഭാവം കൊണ്ട് പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു ശക്തമായ മത്സരം അവിടെ നടന്നു. പക്ഷെ പിണറായി വിജയൻ ആഗ്രഹിക്കുകയാണ് ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായാൽ മതിയെന്ന്. അതായത് അധികാരം വിട്ടൊഴിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അധികാര മോഹം ഇപ്പോഴുമുണ്ട് അല്ലേ? അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ താൻ എന്തായി മാറുമെന്ന് പിണറായി വിജയൻ അറിയാം. തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കൂടി ഉൾപ്പെടുത്തി അവിടെ ഒരു വോട്ടെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ, പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ബോഡിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ചലഞ്ച് ചെയ്യാനായിട്ട് മറ്റുള്ള ആൾക്കാരുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. എന്ന് വെച്ചാൽ ഇനി അത്തരത്തിലുള്ള സ്ഥാനത്തേക്ക് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വോട്ടെടുപ്പിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഡിവൈഡഡ് ഹൗസ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യവും കിട്ടി, പ്രായത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടെ പല കാര്യങ്ങൾ കിട്ടി, 2 ടൈം മുഖ്യമന്ത്രി ആയിരുന്നയാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തവണ സ്വയം മാറി നിൽക്കാം, ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാം. പക്ഷെ എന്തോ അദ്ദേഹത്തിന്റെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ശരീരഭാഷ, അദ്ദേഹത്തിന്റെ പബ്ലിക് കണ്ടക്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ചെയ്യുന്നത് പോലും ഒരു കീഴടങ്ങലായിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ടായിരിക്കും അദ്ദേഹം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രായപരിധിയിലുള്ള ഇളവ് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നതിന് വേണ്ടിയാണ്, മുന്നണിയെ നയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയാണ്. അതിൽ അദ്ദേഹം പരാജയപ്പെടുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഈ പ്രായപരിധിയിലെ ഇളവ് അനുവദിച്ചു കൊടുക്കുന്നത് ഒട്ടും ഉചിതമല്ലാത്ത കാര്യമാണ്. അതുപോലും പാർട്ടിക്ക് ചിന്തിക്കാനാവുന്നില്ല. തീർച്ചയായിട്ടും. ഒരു പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിലും, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വളരെ സീറ്റുകൾ കുറവ് കിട്ടുകയും അവരൊരു പക്ഷേ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് എന്ന രീതിയിലത്തേക്ക് അവർ കണക്ക് കൂട്ടുകയും ചെയ്തിരുന്ന പല ആൾക്കാരും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ പി രാജീവ് ആണെങ്കിലും MP രാജേഷ് ആണെങ്കിലും, അല്ലെങ്കിൽ ആൾക്കാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്ന KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും ജയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ നാക്കുകൊണ്ട് പലപ്പോഴും വിവാദങ്ങളിൽ എത്തിയിരിക്കുന്ന മറ്റു ചില ആൾക്കാരാണ് ഇപ്പോഴും ജനപ്രിയരായിട്ട് അവിടെ തന്നെ തുടരുകയും ജയിച്ചു വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് പോകുന്നതിനേക്കാൾ ഭേദം ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്നവർ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ശ്രീ പിണറായി വിജയന്റെ പബ്ലിക് കണ്ടക്ട്, അദ്ദേഹത്തിന്റെ ശരീരഭാഷ ഒക്കെ തന്നെ പാർട്ടിക്ക് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പാർട്ടി വൃത്തങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഭരണകർത്താവിനേക്കാൾ കുറച്ചുകൂടി ലീനിയന്റ് ആയിട്ട്, കുറച്ചുകൂടി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനവും അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ശരീരഭാഷയെ പ്രദർശിപ്പിക്കേണ്ടത് ആളാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ആയി മാറുന്നതിന്, ഒരു ടോട്ടൽ റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയന് സാധിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന, അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെ ചരിത്രം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തേക്ക് വഴങ്ങി വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2031 ആകുമ്പോഴേക്കും ഇവിടെ പാർട്ടി ബാക്കി കാണുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെത്താനുള്ള സാധ്യതയുമുണ്ട്. ശരി, കൃത്യമായ വിലയിരുത്തലാണല്ലോ. കാരണം ഈ രീതിയിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട്, നിയമസഭയിൽ നയിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ഗതികേടായിരിക്കും പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ബഹുമാനായ ശ്രീജിത്ത് പണിക്കരും അതുപോലെ ഷാക്കറും ഈ കബഡി നിരത്തി ജോൾസിൻ്റെ പണി തൽക്കാലം നിങ്ങൾ എടുക്കണ്ട. അത് 2000. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.